നമസ്കാരം, ഞാൻ സിംലു സോണി. ബൊട്ടിക് ടിപ്സിലെ 48ാമത്തെ പാർട്ടാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഒരു ബീഡ്സ് എംബ്രോയിഡറി ഡിസൈൻ ആണ്. അതിനുവേണ്ടി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഡിസൈൻ വന്നൊരു മണ്ഡല ഡിസൈൻ ആണ്. അതിൻ്റെ കൂടെ ഞാൻ ബീഡ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഞാനൊരു കുർത്തീസിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. കുർത്തീസ് എന്ന് പറയുമ്പോൾ ഒരു 3 പീസ് കട്ടിങ്ങിൻ്റെ, അപ്പോൾ നമുക്ക് അതൊരു ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാം, അതൊരു കുർത്തി പോലെ ആയാലും യൂസ് ചെയ്യാം. ആ ഒരു മോഡലാണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെഷീൻ വന്ന് തായ്സെങ് എംബ്രോന്റെ പേൾ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇതിൻ്റെ സൈസ് 600x1200 mm ആണ്. ഇതിൽ നമുക്ക് ഡുവൽ ബീഡ്സ് ഉണ്ട്, പിന്നെ അതുപോലെ കോഡിങ്, പിന്നെ ഷനൈൽ എന്ന് പറയുമ്പോൾ ചെയിൻ സ്റ്റിച്ചും. അത്യാവശ്യം നമുക്ക് ഈ ഒരു സൈസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ്. ഒരു സെൽഫായിട്ട് വീവ് ചെയ്ത് വരുന്ന ഒരു സെൽഫ് ഡിസൈൻ ഉള്ളതാണ്. ഇതിനകത്ത് ക്ലോത്ത് വാങ്ങുന്നത് കോട്ടൺ, പ്യൂർ കോട്ടന്റെ നല്ലൊരു മെറ്റീരിയൽ ആണ്. ഇതിലിപ്പോ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട്, ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. നമ്മളിതിൽ ഫ്രെയിം നമ്മൾ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്തിരിക്കും. ഇതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതുകൊണ്ട് ഇവിടെ ഞാൻ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ മെഷർമെന്റ് നെക്കിന്റെ എവിടെ വരണമെന്നുള്ളത് നമ്മുടെ ഡിസൈൻ സൈസ് അനുസരിച്ച് മാർക്കിംഗ് നമ്മൾ ചെയ്യണം, എന്നാലും അത് പെർഫെക്റ്റ് ആവുള്ളൂ. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ജസ്റ്റ് 2 mm ബീഡാണ്. ഇതിനകത്ത് കാണാം 2 mm ബീഡ്. നമ്മൾ ബീഡിന്റെ പോട്ടിനകത്ത് നമ്മൾ ഇട്ടതിന് ശേഷം ഇതിനകത്ത് ബീഡ്സിന്റെ പോട്ടാണ്. നമുക്ക് 2 mm വരുന്നുണ്ട്, ഇതിനകത്ത് 5 ബീഡ്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ബീഡ്സ് ഇതിനകത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പോ ഇഷ്ടംപോലെ വർക്ക് ചെയ്യാനുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു ബീഡ്സ് ഇതിനകത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഡുവൽ ബീഡ്സ് ആണ്. ഇതിനകത്ത് അതല്ലാത്ത ടൈപ്പ് ബീഡും ഉണ്ട്, 5 ബീഡ്സും ഉണ്ട്. ഞാനിപ്പോ ഇത് സിംഗിൾ ബീഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. ഒരു ഒറ്റ ബീഡിന്റെ ഡിസൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ കാണുന്ന ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഇതാണ്. ജസ്റ്റ് ഇതിന്റെ പ്രിവ്യൂ നമുക്ക് ഇതിനകത്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഈ ഡിസൈൻ നമ്മൾ പെർഫെക്റ്റ്ലി സൈസ് നമ്മുടെ അലൈൻമെന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഇത് ഫുൾ ഫിനിഷ് ആയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെ ഡിസൈനിന്റെ പ്രോസസ്സ് നമ്മൾ ഇതിനകത്തേക്ക് കാണിക്കും. ഇതുപോലെ ഫസ്റ്റ് പേജിൽ ഈ ഡിസൈൻ സെലക്ട് ചെയ്തു. ഇതിനകത്ത് നമുക്ക് ഇവിടെ പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ട്, ഈ ഡിസൈൻ നമ്മൾ എങ്ങനെ വരണമെന്നുള്ളത്. 3rd പേജിൽ നമ്മൾ കളർ ചൂസ് ചെയ്തത് 12th നീഡിലാണ്. നമുക്ക് ബീഡ് ഉള്ളത് ഈ 12th എന്ന് പറയുന്ന നീഡിനകത്താണ്. അതുകൊണ്ട് നമുക്ക് 12th ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത പേജ് 4th. ഇതിലാണ് നമ്മൾ ഡിസൈൻ ലോഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡിസൈൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ കൺഫേം ആയി. അതിന് ശേഷം നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ വരും. അതിന് മുമ്പ് നമുക്ക് ഡിസൈൻ്റെ ബൗണ്ടറി ചെക്ക് ചെയ്യണം. നമുക്കിപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ എത്ര ഏരിയയിലാണ് പോകുന്നത് 2 രീതിയിൽ ചെക്ക് ചെയ്യാം. നമ്മൾ കറക്റ്റ് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ബൗണ്ടറിക്ക് പുറത്ത് പോകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ബൗണ്ടറി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിവൈസ് ഏത് പൊസിഷനിലാണോ, ഇപ്പോൾ നമുക്ക് ബീഡാണ്, അതുകൊണ്ട് ഓട്ടോമാറ്റിക് ബീഡിൻ്റെ നീഡിൽ ചൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. ഇത് കഴിഞ്ഞാൽ ബീഡിൻ്റെ ഡിവൈസ് താഴേക്ക് വരും. ഓട്ടോമാറ്റിക്കായിട്ട് ബീഡ് ആവശ്യമുള്ളത് ബീഡ് നമുക്ക് പഞ്ച് ചെയ്ത് തുടങ്ങും. ബീഡ്സ് ഓരോന്നോരോന്നായിട്ട് ഡിസൈനിലേക്ക് അടിച്ചു വരുന്നതാണ്.
നമ്മുടെ ഡിസൈൻ ഭംഗിയായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ആ ഒരു കളറിന് ഇതിന് മാച്ച് ചെയ്തിട്ടുള്ള ത്രെഡ് കൊടുക്കും. നല്ലൊരു എലഗന്റ് ലുക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ബോർഡർ മെഷീനും കൂടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ, അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞാനിപ്പോൾ ഒരു 3 പീസ് കുർത്തിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കട്ടിങ്ങിലൊക്കെ നമുക്ക് ആ ബോർഡർ മെഷീൻ, അതായത് ഡ്രീം മേക്കറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മെഷീൻ, ഉഷയുടെ. അപ്പോൾ അതിലൊക്കെ നമുക്കിങ്ങനെ ചെറിയ ഡിസൈൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഒരു മോഡൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ ഫ്രോക്കിൻ്റെ അടിഭാഗത്ത് ഞാൻ ചെറിയ ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ നമുക്ക് ഈ ബോർഡർ മെഷീനിൽ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ഡിസൈൻസ് അതൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യുമ്പം അതിനും ഒരു ഭംഗിയാണ്. ഇപ്പം ഡിസൈൻ പാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രീമിയം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് സാധിക്കുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ബീഡ്സ് എംബ്രോയ്ഡറി എന്ന് പറയുമ്പോൾ, ബീഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ വേറെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ പാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ. കാരണം നമുക്ക് ഡിസൈൻ വാങ്ങി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. അത് ഓരോ സ്റ്റേറ്റിലും ഓരോ മോഡലാണ്. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഡിസൈൻ വാങ്ങിക്കുമ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു ഡിസൈൻ അതൊന്നും ഒരിക്കലും നമ്മുടെ ആൾക്കാർക്ക് എന്തായാലും അതൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള ഒരു ചോയ്സ് അനുസരിച്ച് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണം. അല്ലാതെ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിച്ച് ചെയ്താൽ അത് ആർക്കും ഇഷ്ടപ്പെടില്ല. അത് നിങ്ങൾക്ക് എല്ലാവരും ഈ ഒരു ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം വേറൊരു സ്റ്റേറ്റിലുള്ളവർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡിസൈൻ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, അവരുടെ നമുക്കും ഇഷ്ടമാവില്ല. അപ്പം നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഐഡിയ അനുസരിച്ചും നമ്മുടെ ചോയ്സ് അനുസരിച്ചും തന്നെ നമ്മളത് ചെയ്യണം. മെഷീനെ കുറിച്ചോ ഇനി സോഫ്റ്റ്വെയർ ട്രെയിനിങ്ങിനെ കുറിച്ചോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.